സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള സർക്കാർ നയങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കുമെതിരെ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സിഇഒ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് പി. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. സഹകരണ മേഖല തകർക്കാൻ ഇടത് സർക്കാർ കേന്ദ്ര സർക്കാരിനോട് മത്സരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വ്യാജ പരാതികളിൽ അന്വേഷണം നടത്തിയും പോലീസിനെ വിട്ടും പാർട്ടിക്കാരെ ഏർപ്പാടാക്കിയും സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കുകയാണ്. സഹകാരികൾക്കും ജീവനക്കാർക്കും സഹായകമാകേണ്ട ചട്ടങ്ങൾ സഹകരണ സംഘങ്ങളുടെ അടിവേരിളക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ എല്ലാ ജനവിരുദ്ധ ചട്ടങ്ങളും റദ്ദാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. സാധ്യതകളെ തല്ലിക്കെടുത്തുകയാണ്, ഇല്ലാതാക്കിയാണ്, അനാവശ്യമായ നിയന്ത്രണമാണ്. മാത്രമല്ല, ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആ ശമ്പള കമ്മീഷനെ നിയമിക്കുന്നില്ല. DA കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. അതുപോലെ ഉള്ള നിരവധി പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള അപാകതകൾ ഇതെല്ലാം പരിഹരിക്കണം. മോൻസ് ജോസഫ് MLA, സംസ്ഥാന ജനറൽ സെക്രട്ടറി പൊൻപാറ മോയക്കുട്ടി, വർക്കിംഗ് പ്രസിഡന്റ് ഹാരിസ് അമിയാൻ, G. മാഹിൻ അബൂബക്കർ, കണിയാപുരം ഹലീം, മുസ്തഫ അബ്ദുൾ ലത്തീഫ്, PT മനഫ് എന്നിവർ പ്രസംഗിച്ചു. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പാ വിതരണം സങ്കീർണമാക്കുന്ന അശാസ്ത്രീയ മൂല്യനിർണ്ണയ സംവിധാനം പുനഃപരിശോധിക്കുക, സബ് സ്റ്റാഫ് വിഭാഗത്തിൽ ജൂനിയർ ക്ലർക്ക് വിഭാഗത്തിലേക്കുള്ള ഉദ്യോഗക്കയറ്റത്തിന് 1:2 അനുപാതം എല്ലാ സഹകരണ സംഘങ്ങൾക്കും ബാധകമാക്കുക, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, മാനേജർ തസ്തികകളിലേക്ക് നേരിട്ട് നിയമനം നടത്താനുള്ള ചട്ടം റദ്ദാക്കുക, സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിലൂടെ അശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, സഹകരണ ജീവനക്കാരുടെ DA കുടിശ്ശിക മാർച്ചിന് മുൻപ് കൊടുത്തു തീർക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ അടിയന്തരമായി നിയമിക്കുക, നിത്യാനിധി പിരിവുകാരുടെ പെൻഷൻ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് സംസ്ഥാന പ്രസിഡന്റ് P. ഉബൈദുള്ള, ജനറൽ സെക്രട്ടറി പൊൻപാറ മോയിൻകുട്ടി, വർക്കിംഗ് പ്രസിഡന്റ് ഹാരിസ് അമിയാൻ, ട്രഷറർ PT മനാഫ്, ഭാരവാഹികളായ മുസ്തഫ പൊൻപാറ, CH മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് ന്യൂസ്, മലപ്പുറം.